ഹേ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. നമ്മൾ വയനാട് പോവുകയാണ് കേട്ടോ. നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി ഇന്ന് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ വയനാട്ടിലോട്ട് പോവുകയാണ്. എന്താ ഗൂഗിൾ മാപ്പൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നേ. വെളുപ്പിന് ഇറങ്ങിയതാണ്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നേരെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അവളുടെ വീട് അവിടെയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ നടന്ന് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നല്ലധികം കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എടുത്ത റിസോർട്ടിലോട്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്ത റിസോർട്ട്. ഫോക്ലാൻഡ് എന്നായിരുന്നു കേട്ടോ റിസോർട്ടിൻ്റെ പേര്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കവിടെ നല്ല ഇഷ്ടപ്പെട്ട്. നല്ല കാം ആൻഡ് ക്വയറ്റായിരുന്നു കേട്ടോ അവിടെ എല്ലാം. പിന്നെ ഞങ്ങൾ അങ്ങോട്ടെല്ലാം നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് നല്ല പൂളൊക്കെ ഉണ്ടായിരുന്നു. പൂളും പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്ക് പോലെ കുറച്ച് സംഭവമൊക്കെ അവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതൊക്കെ കണ്ട് അങ്ങനെ അവിടെ എല്ലാം മൊത്തം ആസ്വദിച്ച് നടന്ന്. പിന്നെ അങ്ങോട്ട് മുകളിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് മുളയൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു കൂടാരം പോലെ കുറച്ച് സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇരിക്കാൻ വേണ്ടി. അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ റൂം. നല്ല അടിപൊളി റൂമായിരുന്നു. അതിൻ്റെ അകം കാണിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ മറ്റേ ഏലക്കയാണോ അതോ എന്ത് സംഭവം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഏലക്കയുള്ള കുറേ സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വേണമെങ്കിൽ റൂമിലോട്ടൊക്കെ ചെല്ലാൻ വേണ്ടി. പിന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. അവന്മാരെല്ലാവരും അവിടെ ഇരുന്ന് ചിക്കനൊക്കെ നല്ല പെരട്ടിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തെ ഇവിടുത്തെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്ഥലം മുളയൊക്കെ വെച്ച് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കുറേ പാട്ടും ഡാൻസും പിന്നെ ഷട്ടിലൊക്കെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറേ ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാം ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഗ്രില്ല് ചെയ്തു. പിന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊറോട്ടയും ചിക്കനും മയോണൈസും സോസും എല്ലാം കൂടെ ചേർത്തങ്ങ് അടിച്ച് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇറങ്ങി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വയനാട് താഴോട്ട് ചെന്നപ്പോൾ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അവിടെ നിന്ന് എടുത്ത വീഡിയോയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും ആ കുരങ്ങൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനെ അവിടെ ചെന്ന് എൻ്റെ ഒരു കൂട്ടുകാർ ചെന്നിട്ട് അവിടെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്തപ്പോഴത്തേക്ക് അത് ആ കൂട്ടത്തോട് ആക്രമിക്കാൻ വരുന്ന പോലെ പേടിച്ച് ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിലോട്ട് വന്നിട്ട് അപ്പം അത്രേ ഉള്ളൂ.